ദിവസങ്ങൾക്ക് വളരെ ചൂടേറിയ വേനൽക്കാലത്ത് ആരോഗ്യ പരിപാലനത്തിന് നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായി വേണ്ടത് ധാരാളം വെള്ളം കുടിക്കുകയാണ്. എപ്പോഴും ചൂടുള്ള ദിവസങ്ങളിൽ വേർത്തിട്ടും റേഡിയേഷൻ വഴിയും ധാരാളം ജലാംശം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് ശരീരത്തിലൊരു ഡീഹൈഡ്രേഷൻ്റെ സ്ഥിതി പ്രത്യക്ഷമാകുന്നു. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ദാഹം തോന്നുന്നില്ലെങ്കിൽ കൂടെ ഒരുപാടധികം വെള്ളം കുടിച്ചിരിക്കാൻ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. ഇത് മുതിർന്നവർ മാത്രമല്ല, ചെറിയ കുട്ടികൾക്ക്, ഇൻഫൻസ് ആയാലും ചെറിയ കുട്ടികൾക്കൊക്കെ ധാരാളം വെള്ളം കൊടുക്കാൻ അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ധാരാളം വെള്ളം കുടിക്കുന്നത് വഴി നമ്മുടെ ഡീഹൈഡ്രേഷൻ ഒഴിവാക്കി ശരീരത്തിന് ഉന്മേഷം ഉണ്ടാകാൻ ഇത് സഹായിക്കും. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വേനൽക്കാലത്ത് വെയിലത്തൊക്കെ പുറത്തിറങ്ങി സഞ്ചരിക്കുമ്പോൾ ശരീരത്തിൽ തുറന്ന ഭാഗങ്ങളിലൊക്കെ സൂര്യരശ്മിയുടെ UV റേസ് ഏറ്റിട്ട് പൊള്ളലേൽക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പൊള്ളൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സൺസ്ക്രീൻ ലോഷൻസ് അല്ലെങ്കിൽ ക്രീംസ് എന്തെങ്കിലും ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ മുഖത്തും ബാക്കി കൈകാലുകളിൽ എവിടെയാണ് പുറത്തേക്ക് കാണുന്ന ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഈ സൺസ്ക്രീൻ അവനവൻ്റെ ത്വക്കിന് യോജിച്ചതായിട്ടുള്ള സൺസ്ക്രീൻ തിരഞ്ഞെടുക്കാൻ നമ്മൾ നോക്കണം. സൺസ്ക്രീൻ വാങ്ങിച്ച ശേഷം ചിലർക്കൊക്കെ ഇതുകൊണ്ട് അലർജി ഉണ്ടായേക്കാം. അപ്പോൾ നമ്മൾ ദേഹം മുഴുവൻ തേക്കുന്നതിന് മുൻപ് കയ്യിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ഭാഗത്ത് തേച്ച് നോക്കിയിട്ട് തടിപ്പും ചൊറിച്ചിലും ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം മറ്റ് മുഖത്തും ബാക്കി ഭാഗങ്ങളിലും ഇത് തേക്കാൻ ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, വെയിലത്ത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ സൺ ഗ്ലാസസും ഉപയോഗിക്കണം, അതായത് കൂളിംഗ് ഗ്ലാസസ്. ഇത് സൂര്യൻ്റെ UV റേസ് കണ്ണിൽ വളരെയധികം അപകടങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കാം. അപ്പോൾ ഇത് തടയുന്നതിന് വേണ്ടി UV പ്രൊട്ടക്ഷനുള്ള സൺ ഗ്ലാസസ് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് മാത്രമല്ല, പുറത്തിറങ്ങി നടക്കുന്നവർക്ക് കുട ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ ഇതും വളരെ നല്ലതാണ്. സൂര്യരശ്മിയേറ്റ് ചിലപ്പോൾ പ്രത്യേകിച്ചും വെളുത്ത തൊലിയൊക്കെ ഉള്ള ആളുകൾക്ക് പലതരം ക്യാൻസർ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സൂര്യരശ്മി നേരിട്ട് ഏൽക്കുന്നതിൽ നിന്നും ഇങ്ങനെ കുട പിടിക്കുന്നത് കൊണ്ടും ഇത് ഒഴിവാക്കാം. പിന്നെ വസ്ത്രധാരണ രീതിയിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വളരെ ഇളം നിറത്തിലുള്ള അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും കൂളായിട്ട് കംഫർട്ടബിളായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാനും ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അലർജി അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വേനൽക്കാലത്ത് പൊടിക്കാറ്റൊക്കെ ധാരാളമായിട്ട് കാണുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ ആസ്മ മുതലായ രോഗങ്ങളുള്ള ആളുകൾ എപ്പോഴെങ്കിലും പുറത്തേക്കൊക്കെ പോകുമ്പോൾ പൊടിയൊക്കെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ മരുന്നുകളും ഇൻഹേലറുകളും ഒക്കെ എന്തായാലും കയ്യിൽ കൊണ്ടുപോകുന്നത് നന്നായിരിക്കും. ഭക്ഷണം കഴിക്കുന്നതിലും ഒരുപാടധികം മധുരവും എണ്ണയും അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കിയിട്ട് ധാരാളം അന്നജവും പഴങ്ങളും പച്ചക്കറികളും കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ നിന്ന് വേണം നമുക്ക് വേനൽക്കാലത്ത് വേണ്ട എനർജി ലഭിക്കാനായിട്ട്. പഞ്ചസാരയും എണ്ണയും ഒഴിവാക്കുന്നതാണ് നല്ലത്. മാത്രമല്ല, വേനൽക്കാലത്ത് കഴിയുന്നത്ര വിശ്രമിക്കുന്നതും ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ്. ഉച്ചയ്ക്കൊക്കെ നേരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കിടന്നുറങ്ങുന്നതൊക്കെ നല്ലതായിരിക്കും. ഇത് മാത്രമല്ല, നമുക്ക് ശരീരത്തിൻ്റെ കഴിവിൽ കൂടുതലായിട്ട് നമ്മൾ ജോലി ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. അധികം വേനൽക്കാലത്ത് പുഷ് ചെയ്യരുത്. നമുക്ക് പറ്റുന്നത്ര ജോലി മാത്രം ചെയ്യുക. പിന്നെ നമുക്ക് എന്തെങ്കിലും അസുഖമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാറുമെന്ന് വിചാരിച്ചിരിക്കാതെ ഉടനെ തന്നെ ഡോക്ടറെ കാണിച്ച് വേണ്ട ചികിത്സ നേടുന്നതും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന 3 തരത്തിലുള്ള ഹീറ്റ് റിയാക്ഷൻസും ഇത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി നമുക്കിന്ന് നോക്കാം. വളരെ സർവ്വസാധാരണമായി കാണപ്പെടുന്ന എന്നാൽ നിസ്സാരമായിട്ടുള്ള ഒരു ഹീറ്റ് റിയാക്ഷനാണ് ഹീറ്റ് ക്രാംസ് എന്ന് പറയുന്നത്. ഇത് വളരെ വേദനാജനകമാണെന്നുണ്ടെങ്കിലും ഇതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് അല്ല. ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ, ഇപ്പോൾ കൈകാലുകളിലെയോ വയറിലെയോ മറ്റു ശരീരഭാഗങ്ങളിലെയോ മാംസപേശികൾ വളരെ കുറച്ച് നേരത്തേക്ക് മാത്രം ഇടവിട്ട് എന്നാൽ ശക്തിയായ വേദനയോടുകൂടി സങ്കോചിക്കുന്നതിനെയാണ് ഹീറ്റ് ക്രാംസ് എന്ന് പറയുന്നത്. ഈ ഹീറ്റ് ക്രാംസ് വരുന്ന സമയത്ത് ശരീരോഷ്മാവിന് കാര്യമായ വർധന ഉണ്ടാകുന്നില്ല. ആ വ്യക്തി നല്ലോണം വിയർക്കുകയും ചെയ്യുന്നുണ്ട്. ഹീറ്റ് ക്രാംസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, പുറത്ത് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തണലത്ത് പോയി നിന്നിട്ട് ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. വെള്ളവും ഉപ്പും നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഹീറ്റ് ക്രാംസ് തനിയെ മാറിക്കൊള്ളും. മറ്റൊരു തരത്തിലുള്ള ഹീറ്റ് റിയാക്ഷനാണ്, ഇതും സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒന്നാണ്, ഹീറ്റ് എക്സോഷൻ എന്ന് പറയുന്നത്.
പറയും. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അനുഭവപ്പെടുന്ന വ്യക്തിക്ക് ആകെപ്പാടെ ക്ഷീണം, ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഫീൽ ചെയ്യാം, ചിലപ്പോൾ ചെറിയ ബോധക്ഷയം പോലെ തോന്നിയേക്കാം, വല്ലാണ്ട് വേർക്കുന്നുണ്ടാകും, ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ തണുത്ത് ഇങ്ങനെ കോൾഡ് ക്ലാമി ആയിട്ടുള്ള സ്കിൻ ഉണ്ടായിരിക്കും, വല്ലാത്ത ദാഹം തോന്നും. ഇങ്ങനെ ഉള്ള ലക്ഷണങ്ങളോട് കൂടിയിട്ടാണ് ഹീറ്റ് എക്സോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹീറ്റ് എക്സോഷൻ നമുക്ക് ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു തണലുള്ള ഒരു ഭാഗത്തേക്ക് മാറി കിടന്നിട്ട് ഇടയ്ക്കിടെ തണുത്ത പാനീയങ്ങൾ നല്ലോണം കുടിക്കാൻ കൊടുക്കുക. ഉപ്പും വെള്ളവും ധാരാളം സപ്ലിമെൻറ്റ് ചെയ്യുന്നതോടുകൂടി ഹീറ്റ് എക്സോഷനും മാറിക്കിട്ടും. അത് ഹീറ്റ് എക്സോഷനും വലിയ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമല്ല. പക്ഷേ ഈ ഹീറ്റ് എക്സോഷനിൽ എൻ്റെ സ്റ്റേജ് കഴിഞ്ഞിട്ടും വിയർപ്പ് കൊണ്ടൊന്നും നമ്മുടെ ശരീരോഷ്മാവ് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് അഥവാ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഹീറ്റ് റിയാക്ഷൻ അനുഭവപ്പെട്ടേക്കാം. ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്. കാരണം ഇത് അതീവ ഗുരുതരമായ മരണം വരെ സംഭവിക്കാനിടയുള്ള ഒരു ഹീറ്റ് റിയാക്ഷനാണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ സൺസ്ട്രോക്ക് എന്നും പറയും. പക്ഷേ സൺസ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിലുകൊണ്ട് സൂര്യാഘാതം സംഭവിക്കുന്നതിനാണ് സൺസ്ട്രോക്ക് എന്ന് പറയുക. ഈ ഹീറ്റ് സ്ട്രോക്ക് സാധാരണ സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ചൂടുമായി പൊരുത്തപ്പെടാത്ത ഒരു വ്യക്തി ഇപ്പോൾ തണുത്ത കാലാവസ്ഥയുള്ള സ്ഥലത്ത് നിന്ന് വളരെ ചൂടുള്ള ഒരു കാലാവസ്ഥയുള്ള സ്ഥലത്തേക്ക് പെട്ടെന്ന് വന്നിട്ട് അവിടെ ഒരുപാട് കായികാധ്വാനമുള്ള എന്തെങ്കിലും ജോലിയോ അല്ലെന്നുണ്ടെങ്കിൽ അത്ലറ്റ്സൊക്കെ തീരെ ഫിസിക്കൽ ട്രെയിനിങ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ചൂടുള്ള കാലാവസ്ഥയിൽ എക്സസൈസ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് സാധാരണഗതിയിൽ ഈ ഹീറ്റ് സ്ട്രോക്ക് അനുഭവപ്പെടുക. അതുമാത്രമല്ല, ഇപ്പോൾ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള വസ്ത്രധാരണം, ഇപ്പോൾ നല്ല വെയിലത്ത് സഞ്ചരിക്കുമ്പോൾ നല്ല കട്ടിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുക, അമിതമായി ഭക്ഷണം കഴിക്കുക, വേണ്ടത്ര വെള്ളം കുടിക്കാതിരിക്കുക, അമിതമായി മദ്യപാനം നടത്തുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഈ ഹീറ്റ് സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് മാത്രമല്ല, ചിലപ്പോൾ ഈ ഇൻഫെക്ഷൻ മുതലായ ചില രോഗങ്ങൾ വന്നിട്ടും ശരീരത്തിലെ ഊഷ്മാവ് വളരെ വർദ്ധിച്ചും ഹീറ്റ് സ്ട്രോക്ക് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നേക്കാം. അപ്പോൾ ഹീറ്റ് സ്ട്രോക്ക് ഒരു വ്യക്തിക്ക് അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു എമർജൻസിയാണ്. ഉടനെ തന്നെ ഹോസ്പിറ്റലിലെത്തി ചികിത്സയ്ക്കുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കണം. ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള വാഹനങ്ങളൊക്കെ എത്തിച്ചേരുന്നതിന് മുൻപ് കൂടെ നിന്നവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകാൻ സാധിക്കും. ഉടനെ തന്നെ ആ വ്യക്തിയെ തണലുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റണം. എന്നിട്ട് ഒരു തണുത്ത വെള്ളത്തിൽ മുക്കിയ ഷീറ്റ് എന്തെങ്കിലും കെട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ അത് മുക്കി ദേഹത്തിൽ മുഴുവൻ ചുറ്റിയിട്ട് ഒന്നുമില്ലെങ്കിൽ ഒരു കടലാസ് കൊണ്ടോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫാൻ ഉണ്ടെങ്കിൽ അതുകൊണ്ടോ ദേഹം തണുപ്പിക്കാൻ ശ്രമിക്കണം. ഈ ഷീറ്റിലെ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതനുസരിച്ച് അത് നനച്ചു കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവാപ്പറേഷൻ വഴി ശരീരോഷ്മാവ് കുറയ്ക്കാൻ ഇത് സഹായിക്കും.